ഇന്നത്തെ ഒരു ടോപ്പിക് ഇസ് പ്രാണൻ സംഗീതമാകുമ്പോൾ വെൻ ബ്രെത്ത് ബിക്കംസ് മ്യൂസിക്. ആൻഡ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ആക്വലേറ്റ്സ് പറയാം, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് പറയാം, അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകളെ കുറിച്ച് പറയാം. ബട്ട് ഐ ഫീൽ he himself as a brand, that name is all we need. So ladies and gentlemen, a warm welcome to none other than Jakes Bijoy. Jakes ഒരു മ്യൂസിക് കമ്പോസർ ആണ്, ഒരു സൗണ്ട് സ്കോർ പ്രൊഡ്യൂസർ ആണ്, ഹീസ് എ വോക്കലിസ്റ്റ്, ഹീസ് എ സൗണ്ട് ഓഡിയോ എൻജിനീയർ. അപ്പം പ്രാണൻ സംഗീതം തന്നെയാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് ജേക്സ്, ഹൗ ഏർലി വാസ് ദിസ് ഒരു റിയലൈസേഷൻ? താങ്ക് യു ആദർശ് ഫോർ ദ വാം ഇൻട്രൊഡക്ഷൻ. എനിക്ക് തോന്നുന്നു എൻ്റെ വെരി ഏർലി ഓൺ, ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു 4-5 years ഉള്ളപ്പോൾ തന്നെ എൻ്റെ വീട് പാല ഈരാറ്റുപേട്ട പ്രദേശമാണ്. സോ അവിടെ ഒരു സംഗീതം അങ്ങനെ വലിയൊരു ദർ ഇസ് നോട്ട് മച്ച് അഫിനിറ്റി, അങ്ങനെ ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻ്റ് ഒന്നും ഇല്ല അവിടെ. പക്ഷേ എൻ്റെ ഫാദറിന് ചെറിയ പ്രായം തൊട്ട് അപ്പ യൂസ് ടു ഈ കാസറ്റ്സും ഈ ടെക്നിക്സിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെറ്റിൽ നല്ല നല്ല പാട്ടുകളിട്ട് അതിൻ്റെ ഈക്വലൈസേഴ്സൊക്കെ ബാലൻസ് ചെയ്ത് നല്ലപോലെ സൗണ്ട് എങ്ങനെ ഇത് കേൾക്കും എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷ എപ്പോഴും ഉണ്ടായിരുന്നു. ഐ ഗോട്ട് വെരി ഏർലി അഫിനേറ്റഡ് ടു ദാറ്റ്. പിന്നെ അമ്മ ഇസ് ലൈക്ക് എ വാക്കിംഗ് റേഡിയോ ആയിരുന്നു വീട്ടിൽ. അമ്മ എപ്പോഴും പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴും അത് തന്നെ, കുക്ക് ചെയ്യുമ്പോഴോ ചിന്തിക്കുമ്പോഴോ ഒക്കെ അമ്മ ഇങ്ങനെ മൂളിപ്പാട്ടാണ്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസും എല്ലാം കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഇതൊരു കരിയറായിട്ടല്ല തോന്നുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ അഫിലിയേഷൻ, എൻ്റെ ഒരു റിയലൈസേഷൻ ആയിരുന്നു. ദിസ് ഇസ് ഇറ്റ്, ലൈക്ക് മ്യൂസിക്, സൗണ്ട് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എനിക്ക് ഏറ്റവും. ഇറ്റ്സ് ലൈക്ക് ബ്രീതിങ് പോലെ. ലൈക്ക് ഇഫ് യു ആസ്ക് മീ ടു വർക്ക് ഓൺ സംതിങ്, എൻ്റെ ഒരു സെക്കൻഡ് തോട്ട് പോലും എനിക്ക് ആവശ്യമില്ല. ഐ ജസ്റ്റ് നാച്ചുറലി ഗെറ്റ് ഇൻ ടു ഇറ്റ്. അപ്പം താങ്ക്സ് ടു മൈ പാരൻസ് ഫോർ ഇൻഡ്യൂസിങ് ദാറ്റ്. അമേസിങ്. ആൻഡ് അവിടുന്ന് തുടങ്ങിയൊരു ജേർണി ഓൾസോ വെൻറ്റ് ഓൾ ദ വേ ടു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. അവിടെ യു ഡിഡ് യുവർ മാസ്റ്റേഴ്സ് ഇൻ മ്യൂസിക് സയൻസ് ആൻഡ് ടെക്നോളജി. സോ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ടു റിയലി അണ്ടർസ്റ്റാൻഡ് മ്യൂസിക് ഫ്രം ദ സോഴ്സ്, അതിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് മ്യൂസിക്, അണ്ടർസ്റ്റാൻഡിങ് മ്യൂസിക് ഇൻ എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്? ഇല്ല, സ്റ്റാൻഫോർഡിലെ എൻ്റെ എഡ്യൂക്കേഷൻ ഒരു വളരെ ഹംബ്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ദ ലെവൽ ഓഫ് അക്കാഡമിക് എക്സലൻസ് ഇൻ അവിടെ വരുന്ന പിള്ളേരുടെ അക്കാഡമിക്സിലുള്ള ഒരു ഇൻട്രസ്റ്റും മ്യൂസീഷ്യൻഷിപ്പും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 9 പേരുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഈ മ്യൂസിക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. പല പല വാക്സ് ഓഫ് ലൈഫിൽ നിന്നുള്ള എല്ലാവർക്കും മ്യൂസിക്കലി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സാണ്. അവിടെയുള്ള എല്ലാവരും ചെറിയ പ്രായം തൊട്ട് ഹെവിലി മ്യൂസിക്കലി ട്രെയിൻഡ് ആണ്, ഇൻ ജാസ്, ഇൻ ക്ലാസിക്കൽ മ്യൂസിക്, ഇൻ ബൊറോക്ക് മ്യൂസിക്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം യു ആർ ബീൻ ത്രോൺ ഇൻ ടു ദാറ്റ്. അപ്പം എനിക്കതൊരു എന്നെ തന്നെ ഒന്ന് ഫോഴ്സ് ചെയ്ത് ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിയലൈസേഷൻ കൂടെയായിരുന്നു. ആൻഡ് ഐ ഫീൽ ഗെറ്റിംഗ് ദാറ്റ് ഗ്ലോബൽ എക്സ്പോഷർ ഇസ് വാട്ട് ഇസ് റിഫ്ലക്റ്റിംഗ് ഇൻ മൈ മ്യൂസിക്കൽ ടേസ്റ്റ് ടുഡേ. ഇന്ന് എനിക്ക് എൻ്റെ ഒരു കൊളീഗുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അവർ കേൾക്കുന്ന മ്യൂസിക്, അവർ വർക്ക് ചെയ്യുന്ന കോൺസെപ്റ്റ്സ്, ഞാൻ അതെല്ലാം ആ കോൺസെപ്റ്റ്സ് ഒക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. So I feel that those concepts have led me to apply that in my music today. And I feel every musician should at one point in time have an education or some exposure abroad എന്ന് എനിക്ക് തോന്നുന്നു. Yeah. Lovely. And so when you take that, ഈയിടെയായിട്ട് ഞാൻ കണ്ട ഒരു ഡിസ്കഷൻ ഉണ്ട് ജേക്സ് ബിജോയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിനെ കുറിച്ച്. അത് കണ്ടിട്ടുണ്ടോ എന്നല്ല, ഐ ഡോണ്ട് തിങ്ക് യു അപ്ഡേറ്റഡ് ഇറ്റ് എവർ സിൻസ് 2014 മലയാളം സിനിമയിൽ കയറി ഏഞ്ചൽസ് പടം ചെയ്തതിനു ശേഷം ഐ ഡോണ്ട് തിങ്ക് യു അപ്ഡേറ്റഡ് ഇറ്റ്. അപ്പോൾ ഈയിടെയായിട്ട് റെഡിറ്റിൽ അതിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ജേക്സ് ബിജോയ്, നമ്മൾ സ്റ്റീഫൻ നെടുമ്പള്ളി നമ്മൾ വിചാരിച്ച ആളല്ല എന്ന് പറയുന്ന പോലെ. കാരണം നമുക്ക് ജേക്സ് ബിജോയുടെ പേര് കേൾക്കുന്ന സമയത്ത് കിങ് ഓഫ് കൊത്ത, ലോക, ധ്രുവങ്ങൾ 16, കൽക്കി, തുടരും, ദ ലിസ്റ്റ് ജസ്റ്റ് ഗോസ് ഓൺ. പക്ഷേ ഇഫ് ഐ ടെൽ യു ഗിറ്റാർ ഹീറോ, ടോയ് സ്റ്റോറി, ഈ പറയുന്ന വീഡിയോ ഗെയിംസിലും ജേക്സ് ബിജോയിൻ്റെ ഒരു കൈ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ്. ഇവിടെ എത്ര പേർക്ക് അറിയായിരുന്നത്? അതാ ഒരാൾ കൈ പൊക്കിയിട്ടുണ്ട്. സോ കെൻ യു ടേക്ക് us back to that ജേക്സ് ബിജോയ്? ഇല്ല, എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ഫ്ലോ എന്ന് പറയുന്നത് അറിവില്ലായ്മയുടെയും ഒരു എഫക്റ്റ് ആയിട്ടാണ്. കാരണം ഏർലി മ്യൂസിക് എഡ്യൂക്കേഷൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മ്യൂസിക് ഉണ്ടായിരുന്നെങ്കിൽ, അതെൻ്റെ പാരൻസിനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ഹാർഡ് റൗട്ട് എടുക്കില്ല. 12th കഴിഞ്ഞ് ഞാൻ ഉടനെ BA മ്യൂസിക്കിലോട്ടോ അങ്ങനെ എന്തെങ്കിലും. പാരൻസിന് ആ കോൺഫിഡൻസ് ഇല്ലായിരുന്നു, അതിന് പറ്റിയ കോഴ്സസ് ഇല്ലായിരുന്നു. കാരണം ഒരു SIയിലെ ഡിപ്ലോമ പ്രോഗ്രാം മാത്രമേ അന്നുള്ളൂ. എനിക്ക് 12th കഴിഞ്ഞ് മ്യൂസിക്കൽ അഫിനിറ്റി ഉണ്ട്, ഫാദറിന് ഒരു പ്രോപ്പർ ഡിഗ്രി പ്രോഗ്രാം വേണം. അപ്പം എഞ്ചിനീയറിംഗ് ആയിരുന്നു നാച്ചുറൽ റൂട്ട്. കാരണം എനിക്കറിയാം എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് പഠിച്ചാൽ സിന്തസിസും DSPയും ഒക്കെ ബേസ് ചെയ്ത് അതിൽ നിന്നാണ് ഈ സിന്തസൈസേഴ്സ് ഉണ്ടാകുന്നത്. സോ ദാറ്റ്സ് വൈ ഐ ടുക്ക് ഇലക്ട്രോണിക്സ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് മ്യൂസിക്കിലോട്ട് പോകണമെന്നുണ്ടപ്പോഴാണ് ഞാൻ പല കോളേജസിൽ അപ്ലൈ ചെയ്തു. ട്രിനിറ്റിയിൽ അപ്ലൈ ചെയ്തു, USC, എനിക്കൊന്ന് ലോസ് ആഞ്ചലസിലെ
USC എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്. അവിടെ മോസ്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡയറക്ടേഴ്സ് ഹവ് കം ഫ്രം ദ Ludwig Göransson, the great composer, studied there. Oh, wow. Because they all had a background in music. BA music course on any other. So Stanford was able to take me because I had an engineering degree and I have this crazy interest for music and I want to do something. അങ്ങനെയുള്ളപ്പോഴാണ് എനിക്ക് ആ കോഴ്സിലോട്ട് അപ്ലൈ ചെയ്ത് കിട്ടിയത്. പിന്നെയും ഞാൻ ആ കോഴ്സ് കഴിഞ്ഞിട്ട് ലോസ് ആഞ്ചലസിൽ പോയി ഏതെങ്കിലും കമ്പോസേഴ്സിൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ പറ്റുമോ എന്ന് നോക്കി. അവിടെയും ചാൻസ് ഇല്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ഞാൻ സ്റ്റുഡിയോയുടെ അറ്റത്ത് വരെ പോയിട്ടുണ്ട്. ബട്ട് ദേ വുഡൻ ഹയർ മീ ആസ് എ ഫുൾ ടൈം. എല്ലാവരും ചെന്നൈയിലോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ ന്യൂയോർക്കിൽ പോയിട്ടാണ് ചാൻസ് ചോദിച്ച് നടക്കുന്നത്. അങ്ങനെ ലോസ് ആഞ്ചലസ് എത്ര കമ്പോസേഴ്സ് ഉണ്ട്. ഞാൻ ഹാൻസ് സിമ്മറിന്റെ സ്റ്റുഡിയോ സ്പേസസിലും ക്രിസ്റ്റഫർ ടിന്നിന്റെ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഓക്കെ. ബട്ട് ദെൻ അപ്പോഴാണ് ഗെയിം ഇൻഡസ്ട്രി വാസ് വെരി വെൽക്കമിങ് ഓഫ് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, എസ്പെഷ്യലി ക്രിയേറ്റീവ് ഇൻട്രസ്റ്റ് ഉള്ള മ്യൂസീഷ്യൻസ് ആവാം, ആർട്ടിസ്റ്റ് ആവാം, ഗ്രാഫിക് ഡിസൈനേഴ്സ് ആവാം. ഗെയിം ഇൻഡസ്ട്രി വാസ് സോ വെൽക്കമിങ് ആൻഡ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രീസ് ഇൻ ദ US. അപ്പോൾ എനിക്ക് നാച്ചുറലി സ്റ്റാൻഫോർഡ് ബ്രാൻഡും കൂടെ ഉള്ളപ്പം ആക്ച്വലി US പോയ സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു A ഗ്രേഡ് റെസ്പെക്റ്റും വാല്യൂ ആണ് അവിടെ. അപ്പോൾ സ്റ്റാൻഫോർഡ് ഗ്രാഡ് ആണ് ഈസ് ലുക്കിംഗ് ഫോർ എ ജോബ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ജോലി കിട്ടി. ലൈക്ക് ആക്ടിവിഷനിൽ കിട്ടി. ആക്ടിവിഷനിൽ ഐ വാസ് വർക്കിംഗ് ഓൺ ഗിറ്റാർ ഹീറോ. Then when I went to Disney, I was working on Cars, Toy Story. ഇവരുടെ എല്ലാം സിനിമ ഉണ്ടാവുമ്പോൾ ഈ പിക്സാർ വിൽ മേക്ക് ഗെയിംസ് ലൈക്ക് ഐഫോൺ ഗെയിംസ്, PS3, PS2, PSP ഗെയിംസ് ഫോർ ദ ഗെയിം. ഈ സിനിമയ്ക്ക് മെർച്ചൻഡൈസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ഗെയിംസ്. And I was part of the audio team for all of those. Nice. So you definitely chose the hard route to get into music. Absolutely. ഇതിനെല്ലാം ഇടയ്ക്ക് എൻ്റെ ആഗ്രഹം ഇതല്ലാന്ന് എനിക്കറിയാം. എനിക്കൊരു കമ്പോസർ ആവാനാണ്. ഇതിന്റെ ഒരു വട്ടം നോക്കിയാൽ ഞാൻ എവിടെയൊക്കെ പോയി. Yeah. But don't you think that is ultimately really helped? കാരണം ഇന്ന് ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ആൾക്കാർ പറഞ്ഞു ജെയ്ക്സ് ബിജോയ് ഇസ് എൻ എന്റർപ്രൈസ് എന്ന് പറയും കേൾക്കാം. ഇത് ഞാൻ പറയുന്നതല്ല, ഞാൻ യൂട്യൂബിലും പലയിടത്തും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. സോ ഫാസ്റ്റ് ഫോർവേഡ് ടു ഒരു 2014 ആൻഡ് ദെൻ ഫ്രം ദെയർ എനിക്കൊന്ന് ഏഞ്ചൽസ് പടം വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ടുഡേ ഇസ് 2025 is almost done. You've done so many movies. ഒരേ സമയത്ത് മൾട്ടിപ്പിൾ മൂവീസ് ഹാൻഡിൽ ചെയ്യുന്നു, മൾട്ടിപ്പിൾ ജോണർ ഓഫ് മ്യൂസിക്. സോ ഈ പ്രാണൻ സംഗീതമാവുന്നു എന്ന് പറയുമ്പോഴും ഈ സംഗീതത്തിന് എങ്ങനെയാണ് ജെയ്ക്സ് ബിജോയ് ഒരു പ്രാണൻ കൊടുക്കുന്നത്? Can you take us through your process? The process is quite simple. Everything starts with the story and my connect with the director. That is the most important thing. കാരണം എൻ്റെ പിന്നെ the editor. These three are my biggest part. The story, the script. ഇനീഷ്യൽ സ്റ്റേജസിൽ എനിക്ക് ആ ലിബർട്ടി ഇല്ലായിരുന്നു. ബെഗേഴ്സ് കാൺ ബി ചൂസേഴ്സ്. I used to get and take and do. എനിക്ക് കിട്ടുന്ന എല്ലാം, കാരണം എനിക്ക് അതെല്ലാം ബോണസ് ആയിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളൂ. എനിക്കറിയാം ആദ്യത്തെ 5 വർഷം എനിക്ക് ഒരു സിനിമയാണ് 2 വർഷത്തിൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേരൊന്ന് ആൾക്കാരോട് എത്താൻ തന്നെ ഒരു അയ്യപ്പനും ഘോഷിയും ഒരു രണമൊക്കെ അവിടെ വരെ എത്തി. ഐ മീൻ ഐ ഹാഡ് ദിസ് എ ലോട്ട് ഓഫ് വർക്ക് ബിഹൈൻഡ് ദാറ്റ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം എടുത്ത് ചെയ്ത് ഒരു പോയിന്റ് ആയപ്പം സിനിമകൾ വർക്കൗട്ട് ആവാതിരുന്നപ്പോൾ ഞാൻ എന്നെ തന്നെ പിന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് എൻ്റെ ഫോൾട്ട് മാത്രമല്ല. ഐ മീൻ ഇറ്റ് ഇസ് ബിക്കോസ് ഐ ചോസ് എ സബ്ജക്ട് വിച്ച് വുഡ് നോട്ട് ഹാവ് ഹാഡ് എ പൊട്ടൻഷ്യൽ ടു വർക്ക്. ഇറ്റ്സ് ബിക്കോസ് ഐ ചോസ് എ ടീം. ഞാനുമായിട്ട് ജെല്ല് ചെയ്യാത്തൊരു ടീമാണെങ്കിൽ ഒരിക്കലും എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അവിടെ വരാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുന്ന ആ ഡയറക്ടറുടെ ഫിൽറ്ററിലൂടെ ഒരു നല്ല കഥയിലൂടെ എൻ്റെ മ്യൂസിക്കും എൻ്റെ ഐഡിയാസും സഞ്ചരിക്കുമ്പോഴാണ് ഞാൻ അതിലൊരു ഗംഭീരമായ സ്റ്റോറി മ്യൂസിക്കലി പറയാൻ പറ്റുള്ളൂ. സോ ഐ തിങ്ക് ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് ദാറ്റ്. ദെൻ ഓവർ ദി ഇയേഴ്സ് ഐ ഹവ് ഡെവലപ്ഡ് എ പ്രോസസ് ദാറ്റ് ഇനിയിപ്പോൾ 1-2 പ്രോജക്ട്സ് ആണെങ്കിൽ പോലും നമുക്ക് ഐ നോ ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി. ഐ ടോക്ക് ടു ദ ഡയറക്ടർ, ഐ റൈറ്റ് എ ക്യൂ ഷീറ്റ്, ഐ സിറ്റ് ആൻഡ് വാച്ച് ദ ഹോൾ മൂവി വിത്ത് ഹിം. പിന്നെ ഞാൻ റീൽ 8 to reel 8 ഞാൻ കമ്പോസ് ചെയ്യും. ഐ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് സം ഐഡിയ ഞാൻ ഇപ്പോഴും അത് കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഞാൻ എൻ്റെ ടീമിനെ കൊണ്ടുവന്ന് വി ഓൾ വർക്ക് ഓൺ ഇറ്റ് ടുഗദർ. അപ്പോൾ ആ പ്രോസസ്സ് കറക്റ്റായിട്ട് നടന്നാൽ മ്യൂസിക്കലി എൻ്റെ ഭാഗത്ത് ഞാൻ തൃപ്തനായിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ വെൻ യു ടോക്ക് അബൌട്ട് ആ ഒരു ചാൻസസ്, ഏർലിയർ ചാൻസസിൽ പേഴ്സണലി വാട്ട് വുഡ് യു തിങ്ക് വാസ് യുവർ ബ്രേക്ക് ത്രൂ മൂവി ദാറ്റ് റിയലി പുട്ട് യു ഇൻ ടു ദ സീൻ? ഒരു ബ്രേക്ക് ത്രൂ മൂവി വേ യു ഫെൽറ്റ് ഓക്കെ എൻ്റെ ഒരു വർക്ക് ശരിക്കും ഐ തിങ്ക് ഇറ്റ് വിൽ ബി ധ്രുവങ്ങൾ 16 എന്നാണ് തോന്നുന്നത്. ഇറ്റ്സ് തമിഴ്. ഞാൻ ചെന്നൈയിലായിരുന്നു 2013 തൊട്ട് 2020 വരെ. ഇൻഫാക്ട് ഞാൻ എൻ്റെ കരിയറും അവിടെ തന്നെ. കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ ഐ വുഡ് ബി ഇൻ ചെന്നൈ നൗ ഉറപ്പായിട്ടും. എൻ്റെ മക്കളെയൊക്കെ ഞാൻ അവിടെ സ്കൂളിൽ ചേർത്തു. കോവിഡിൻ്റെ സമയത്ത് ഒരു 3 മാസം നാട്ടിലോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ പിന്നെ അയ്യപ്പനും ഘോഷി ഹാപ്പൻ, ഓപ്പറേഷൻ ജാവ ഹാപ്പൻ, അങ്ങനെ ഇവിടെ അങ്ങ് കൊച്ചിയിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ആണ്. എനിക്ക് തോന്നുന്നു ധ്രുവങ്ങൾ 16 ബിക്കോസ് ഓഫ് ദ സ്റ്റോറി, ബിക്കോസ് ഓഫ് ദ വേ സ്കോർ വാസ് സോ സട്ടിൽ. അതിൽ എനിക്ക് ഡയറക്ടറിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഇല്ല. എൻ്റെ എക്സ്പ്രഷനാണത്. ഞാൻ കണ്ട് എനിക്കിഷ്ടമുള്ള ത്രില്ലർ സിനിമകളുടെ സംഗീതം എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. ബാക്കി എല്ലാ പടങ്ങളിലും 60% ഇറ്റ്സ് മീ, 40% ഇറ്റ്സ് ദം. ഇതൊരു 90% ഇസ് മൈ
expression. Okay. And so I felt that movie resonated really well. അങ്ങനെയാണ് എന്നെ ടിനു പാപ്പച്ചൻ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ വിളിക്കുന്നു, ദെൻ ജോഷി സാർ പുറജു മറിയത്തിന് വിളിക്കുന്നു. ദെൻ ഇറ്റ് വാസ് ലൈക്ക് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രോജക്ട് സ്റ്റാർട്ടഡ് ഹാപ്പനിങ്. Then your kind of music came to you, like പിന്നെ music came in search of you. പിന്നെ എനിക്കത് രണം ഒരു വലിയ, ഈവൻ ദോ സിനിമ അത്ര ഹിറ്റ് ആയില്ലെങ്കിലും രണം ആസ് എ സ്കോർ, ആസ് ദ സോങ്സ് ഇൻ രണം, അത് ഇന്നും ഇറ്റ്സ് ജസ്റ്റ് ട്രാവൽ ബിയോണ്ട്. ഞാൻ എന്ത് ചെയ്താലും രണത്തിന്റെ അത്ര ഇല്ല, രണമാണ് ജെയ്ക്സിന്റെ ബെഞ്ച് മാർക്ക് എന്ന് ഇപ്പോഴും പറയാം. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം രണം വാസ് ഒരു 5 വർഷം മ്യൂസിക്കലി ഇവിടെ വന്നിട്ട് ഒരിടത്തും എത്താൻ പറ്റാത്ത ഒരാളുടെ എന്നാ പിടിച്ചോ, ഇതാണ് എനിക്ക് എൻ്റെ ഇഷ്ടമുള്ളൊരു, ഇത് ഹിറ്റായില്ലെങ്കിലും കുഴപ്പമില്ല, ദിസ് ഇസ് വാട്ട് ഐ ലൈക്ക്. ഇതിന് ഇറ്റ് ഹാസ് എവറി പീസ് ഓഫ് മീ. അതിൽ ഞാൻ പഠിച്ച കുറച്ച് ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട്, ഞാൻ US ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ഓർമ്മകളുണ്ട്. അങ്ങനെ രണം ടൈറ്റിൽ സോങ് ആഡ് എവറി പീസ് ഓഫ് മീ, ആൻഡ് സോ ദാറ്റ് റിയലി റെസനേറ്റഡ് വിത്ത് ദ പീപ്പിൾ. അതായിരുന്നു തോന്നുന്നു ദാറ്റ് റിയലി കണക്റ്റഡ് വിത്ത് എവറി വൺ. ആൻഡ് എനിക്ക് പിന്നെയും നല്ല ടീമുകളുടെ സിനിമകൾ വന്നു തുടങ്ങി. So Ranam and Dhruvangal 16 would I would say were the ശരിക്കും ഒരു tipping point. Yeah. And so ഇത്രയും music, now when you talk about the genres, but Ranathil you bought a lot of ഇപ്പം hip hop, rap, ആ ഒരു West Coast music ന്റെ ഒരു ഫീൽ കൊണ്ടുവന്നു. Then there was retro waves. പിന്നെ now you deal with synth pop, EDM, world music, അതുപോലെ തന്നെ Carnatic influence ഉള്ള music. So someone who brings so much styles of music onto the forte, there must be some time you spend on a daily basis listening to music. അപ്പം അതെങ്ങനെയുണ്ട്? How much time do you actively spend listening to new music? Actually morning I have a small morning exercise routine ഉണ്ട്. ആ സമയത്ത് കുറച്ച് റൺ ചെയ്യും, ചില 3 days a week I run. അപ്പോൾ ആ സമയത്ത് ഇറ്റ്സ് ജസ്റ്റ് എ പ്ലേലിസ്റ്റ്. ഞാൻ ഇപ്പോൾ ഇൻഡി മലയാളം ഇസ് സംതിങ് റിയലി ഗുഡ്, നിങ്ങളെല്ലാവരും ചെക്കൗട്ട് ചെയ്യണം, സ്പോട്ടിഫൈയിലുണ്ട്. മലയാളത്തിൽ സം റിയലി ഗുഡ് ഇൻഡി മ്യൂസിക് ഇസ് ഹാപ്പനിങ്. ദെൻ ഐ ലിസൺ ടു ഇൻഡി ഹിന്ദി. ഐ ലൈക്ക് ദി ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് സീൻ. കാരണം പാട്ടുകൾ, സിനിമയിലെ സോങ്സ് ഞങ്ങളെല്ലാം ഒരേ, നമുക്കറിയാം. ഐ മീൻ ഐ സ്റ്റിൽ ആക്റ്റീവ്ലി ലിസൺ. ദെൻ ഐ ലിസൺ ടു സം ഓഫ് ദി ആർട്ടിസ്റ്റ് അബ്രോഡ്. ബൊണോബോ ഇസ് വൺ ആർട്ടിസ്റ്റ് ഐ ഫോളോ. ദെൻ സ്കോർസ്, ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ സിനിമകളുടെ സീരീസിൻ്റെ, ഇപ്പം പ്ലൂറിബസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. ഐ ലവ് ദ സ്കോർ ഇൻ ഇറ്റ്. അപ്പോൾ ഞാൻ അതെന്താ, എങ്ങനെയാണ് അവർ ചെയ്തത് അപ്രോച്ച്. കാരണം ഒരു ചെറിയൊരു അപ്രോച്ചിൻ്റെ ഒരു ഹിൻഡ് മതി നമുക്ക് അടുത്ത പടത്തിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യും. അത് ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. ഓ, നമ്മളിപ്പോൾ ചെയ്യുന്ന ഇപ്പം തുടക്കമാവാം. ഇപ്പം മോളിവുഡ് ടൈംസ് ഐ എം ഡൂയിങ് എ ഫ്യൂ മൂവീസ്. സോ ഐ എം കോൺസ്റ്റന്റ്ലി സെർച്ചിങ്, ഓക്കെ വാട്ട് ക്യാൻ ഐ ഡു, എന്താണ് എന്നെ റിപ്പീറ്റ് ചെയ്യാതെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ സീരീസുകളും പുതിയ കമ്പോസേഴ്സിൻ്റെ അപ്രോച്ച് കേൾക്കുമ്പോൾ ഇറ്റ്സ് ഇൻസ്പയറിങ്. ഇനി എൻ്റെ കോണ്ടെക്സ്റ്റിലോട്ട് അതിനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. സോ ആക്റ്റീവ് ലിസണിങ് ഇല്ലാതെ സ്റ്റേയിൽ ആയി പോകുന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. സോ ഐ ആക്റ്റീവ്ലി ലിസൺ. അത് ഇറ്റ്സ് ഓൾസോ വൺ വേ ദാറ്റ് ഐ സോർട്ട് ഓഫ് relax and enjoy what other people are doing. Yeah. എന്തെങ്കിലും ഈ പറയുന്ന, now you have your own music library right now, മറ്റൊരു മ്യൂസിക് കമ്പോസർ ഡയറക്ടറിൻ്റെ ഒരു മ്യൂസിക് ലൈബ്രറി കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ടോ? അതായത് ഇത്രയും ഒരു സൗണ്ടിൻ്റെ ഒരു ജ്ഞാനമുള്ള ഒരാൾ, ഇത്രയും സൗണ്ട് ആർട്ടിസ്റ്റുകൾ അറിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ട്, ഓ someone introduced you to so many more artists. Yeah. അത് ഇവിടെ ഓഫ് കോഴ്സ് റഹ്മാൻ സർ ഇസ് ഡൂയിങ് ദാറ്റ്. ദ വേ ഹി സാമ്പിൾസ് ഓരോ പടത്തിലും അദ്ദേഹം എടുക്കുന്ന എഫേർട്ട്. പിന്നെ എനിക്ക് വെസ്റ്റിൽ obviously should be Hans Zimmer. കാരണം അദ്ദേഹം over the years the amount of palette, the sounds that he has collected, and ഈ പ്രായത്തിലും ഇത്രയും കട്ടിങ് എഡ്ജ് ആയിട്ട് ഇപ്പോൾ F1 എന്ന് പറയുന്ന സിനിമ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, the score is phenomenal. He's blended 80s synth pop and modern orchestral music with like new metal, എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്റ്റീവ് ലിസണിങ് എപ്പോഴായിരിക്കും, എങ്ങനെയാണിത്? സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ആ സമയത്ത് 3 മാസം കൊണ്ട് എഴുതുന്നതല്ല. ഓവർ ദ കോഴ്സ് ഓഫ് ദി ഇയേഴ്സ് he has recorded, sampled, worked with musicians. അതെല്ലാം ഒരു പ്രോപ്പർ ചാനൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും അത് ഇതിലോട്ട് അപ്രോച്ച് ചെയ്യുന്നത്. സോ ദാറ്റ് വേ ഐ എം എക്സ്ട്രീംലി what you call in awe with Rahman Sarum, Hans Zimmer, and they're collaborating now in a project in Ramayana. That's amazing. Something to look forward to in 2026, I'm assuming. And ഈ ഒരു സൗണ്ടുകൾ, അപ്പോൾ രാവിലെ പലതരം പുതിയ പാട്ടുകൾ കേൾക്കുന്നുണ്ട്, and then you obviously get into your studio and then your work starts. So there is this whole discovery of music. കാരണം നമ്മൾ ഓരോ ട്രാക്കിനും, ഇപ്പം ജെയ്ക്സ് തന്നെയാണെങ്കിലും, ഇപ്പം നമ്മൾ ലോക്ക എടുത്തു കഴിഞ്ഞാൽ തന്നെ ആസ് എൻ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ടെറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള സൗണ്ടുകളുണ്ടാവും സിനിമയുടെ. ഇനിയിപ്പോൾ സ്പോയിലേഴ്സ് ഒന്നും പറയാൻ ആവശ്യമില്ല, ബട്ട് അതിലുള്ളൊരു ഫോക്ക് ലോർ എല്ലാം ഉണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ അവിടെ ഡിമാൻഡ് ചെയ്യുന്ന സൗണ്ടുകളുണ്ട്. ദെൻ ദർ ഇസ് ദിസ് ഹോൾ ഫ്യൂച്ചറിസ്റ്റിക് സൈഫൈ പാർട്ട് ഓഫ് ഇറ്റ്. അറ്റ് ദ സെയിം ടൈം ചന്ദ്ര പോലത്തെ ക്യാരക്ടേഴ്സിൻ്റെ സൗണ്ടുകളുണ്ട്. സോ ഹൗ മച്ച് ഓഫ് എൻ എഫേർട്ട് ഡു യു പുട്ട് ടുഡേ ഇൻ ഡിസ്കവറിങ് ദീസ് ന്യൂ സൗണ്ട്സ്? സി, അപ്പം അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഡയറക്ടേഴ്സ് വിഷൻ, സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ചന്ദ്രയുടെ കേസിൽ ഞാൻ കരുതിയെന്ന് വെച്ചാൽ 2000 വർഷമായിട്ട് ഇമ്മോർട്ടലായിട്ട് ജീവിക്കുന്ന ഒരാളുടെ ശബ്ദം എന്തായിരിക്കണം. ആൻഡ് അവിടെയാണ് ഞാൻ US ഉണ്ടായിരുന്നപ്പം ഒരു ക്രിസ്റ്റഫർ ടിൻ എന്ന് പറഞ്ഞൊരു കമ്പോസർ ഉണ്ട്, ഐ ടെൽ ദാറ്റ് എവറി ടൈം. അദ്ദേഹത്തിൻ്റെ ഒരു കോറൽ ഒരു സിംഗിങ് അദ്ദേഹത്തിൻ്റെ ഒരു കോറൽ ഓർക്കസ്ട്രയുടെ ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും ആ സ്റ്റേഡിയത്തിൽ അന്ന് ഗൂസ് ബംസ് എടുത്ത് പോയൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി വിൽ യൂസ് വോയിസ് ഫോർ ചന്ദ്ര. ആൻഡ് വോയിസ് വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു വോയിസ് ടെക്സ്ചറും സിംഗിങ് സ്റ്റൈലും കൊണ്ടുവരാം. പക്ഷേ എനിക്ക് അവിടെ ലാംഗ്വേജ് പുതിയതായിരിക്കണമായിരുന്നു. മലയാളത്തിൽ ഞങ്ങൾ എഴുതി നോക്കിയപ്പം ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു പാട്ട് പോലെ തന്നെ. അങ്ങനെയാണ് ഞാൻ ഹരിനാരായണൻ ലിറിസിസ്റ്റിനോട് ചോദിച്ച് നമുക്ക് ഒരു ട്യൂൺ ഉണ്ടാക്കി. പക്ഷെ അതിൽ വരികൾ നമ്മുടെ ഫോക്ലോറിലുള്ള അല്ലെ ട്രൈബൽ ഫോക്ലോറിലുള്ള ഇപ്പം പണിയ സമുദായത്തിൻ്റെ അങ്ങനെ പല പല കമ്മ്യൂണിറ്റികളുടെ ഒരു വേർണാക്കുലർ നമ്മൾ സിന്തസൈസ് ചെയ്തു. അതിൽ നിന്ന് ഒരു 3 ദിവസം കൊണ്ട് ഹരിനാരായണൻ ഉണ്ടാക്കി ഒരു ലാംഗ്വേജ് ഉണ്ടാക്കിയതാണ് മൊഴിക എന്ന് പറഞ്ഞൊരു ഭാഷ. ഹി ഫോർമുലേറ്റഡ് എ ലാംഗ്വേജ്. ഇനി അടുത്തടുത്ത ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ഇനി മൊഴിക ഭാഷയിലായിരിക്കും ഈ ലോകയുടെ. അപ്പൊ ആ ഭാഷ ഉണ്ടായി കഴിഞ്ഞപ്പം ഇറ്റ് ഫെൽ മാജിക്കൽ. ഇപ്പൊ നമ്മുടെ ഓ ജഗലേ ജഗക്കാരേ, ഐ മീൻ യു നോ മലയാളമായിട്ട് സൗണ്ട് ചെയ്യുന്നു, ബട്ട് ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി മലയാളം. അപ്പൊ ആ ഒരു ഫാസിനേഷൻ ലെഡ് ടു ദി അറേഞ്ച്മെന്റ്. പിന്നെ വി വാണ്ടഡ് ദ സൂപ്പർ ഹീറോ എലമെന്റ്. അപ്പം ബ്രാസ് ആൻഡ് അത് അങ്ങനെ തന്നെ കൊണ്ടുപോയി. പിന്നെ ദ ചലഞ്ചിങ് തിങ് ഈസ് ഓരോ ക്യാരക്ടേഴ്സും ഉണ്ട്. ഇപ്പം മൈക്കിളുണ്ട്, ചാർലി ഉണ്ട്, മൂത്തോനുണ്ട്. സോ വി വാണ്ടഡ് ലോകത്തുനിന്ന് തന്നെ അതിൻ്റെ ഓക്സിലറി ആയിട്ട് പല പല തീമുകൾ വരണമായിരുന്നു, എന്നാൽ കണ്ടംപററി ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഇറ്റ് വാസ് എ ചാലഞ്ചിങ് തിങ്. ബട്ട് വൺസ് വി ക്രാക്ക് ദിസ് മെയിൻ തീം പടത്തിനൊരു ഫ്രഷ്നെസ് വന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ടൈം എടുത്തത് ചന്ദ്രയും അമ്മയായിട്ടുള്ള ഇമോഷണൽ that theme. That's completely different from that theme, no? That's the theme that took me the longest time. Because Chandra has been there for 2000 years. What is the kind of agony and the drudgery that she's going through? It's not easy to not die and just be there for 2000 seeing the same things over and over again. അന്നത്തെ ആ ഒരു ട്രോമയിലാണ്, അമ്മ മരിച്ചതിൻ്റെ ട്രോമയിലാണ് ഇരിക്കുന്നത്. അപ്പം ഇതിനെ ഒന്ന് ആ ടീസറിലോട്ട് കൊണ്ടുവരുന്നതായിരുന്നു എൻ്റെ ഒരു യുറേക്ക മൊമെന്റ്. ഐ തിങ്ക് വി ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞത്. Would you say that was your most challenging work yet? അതോ ഇതിലും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സൗണ്ട് കിട്ടാൻ, ഒരു സാമ്പിൾ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുള്ളത്? മേ ബി യു ട്രാവൽഡ് എ ലോട്ട് ഓർ യു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം, അങ്ങനെ ഒരു വർക്ക് മനസ്സിൽ വരുന്നത്? അങ്ങനെ ഒരു വർക്ക് എനിക്ക് എല്ലാം ചാലഞ്ചസ് ഒക്കെ ഇഷ്ടമാണ്. അപ്പം ഐ തിങ്ക് ഈ വർഷം ലോകം തുടരുവാണ് ഞാൻ ഏറ്റവും ടൈം എടുത്തത്. 3 months എടുത്തു. ആൻഡ് അതിൻ്റെ ഐ ഫീൽ വെരി നല്ല ഫുൾഫിൽഡ് ആയിരുന്നു ആ 2 വർക്ക്. കാരണം ഈവൻ ഇൻ തുടരും തരുൺ, ഇപ്പം നേരത്തെ തരുൺ ഒരു PDF ഷീറ്റിൽ ഇതൊരു കാടാണ്, ഇവിടെ ഒരു ആനയുണ്ട്, ഇവിടെ ഒരു വെനമസ് സ്നേക്ക് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കുറുക്കനുണ്ട്, ഇവരുടെ ഇടയ്ക്കാണ് ഈ കഥ നടക്കുന്നത് പറയുമ്പോൾ തന്നെ നമുക്ക് ഇമേജറി വന്നു. പിന്നെ ആന എന്ന് പറയുമ്പം പൂരം, ചെണ്ട, കൊമ്പ്, അതാണ് ലാലേട്ടൻ്റെ ആ മെയിൻ തീമിന് അങ്ങനത്തെ എലമെന്റ്സ് ഒക്കെ ഇടാൻ പറ്റിയത്. So അവിടെ ഒരു character based ആയിട്ടുള്ള ഒരു character based ആയിട്ടുള്ള nice. So since you did mention Tarun also, ഇതുപോലെ so for you ആ ഒരു director combination is very important like you've mentioned. So അങ്ങനെ so you worked in Malayalam now 2014 തുടങ്ങി. I think 2015 you worked in Tamil. Takka Takka was there. Then 2018 Taxi Driver Telugu in Taxi നമ്മുടെ വിജയ് ദേവർകൊണ്ട. So since you worked with all these directors, ഇങ്ങനെ വളരെ മ്യൂസിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആരാന്ന് പറയാൻ പറ്റുമോ? ലൈക്ക് ഹൂസ് വെരി പർട്ടിക്കുലർ അബൌട്ട് ദ മ്യൂസിക്. ഹിസ് സെൻസ് ഓഫ് മ്യൂസിക് വാസ് ഓൾസോ അസ്റ്റൗണ്ടിങ്. There was this director called Sri Karthik. ഞാൻ തെലുങ്കിൽ ഒരു ഡയറക്ടറാണ്. ഹി മെയ്ഡ് കണം എന്നാണ് തമിഴിൽ സിനിമയുടെ പേര്. ഒക്കെ ജീവിതം എന്ന് പറയുന്നത്. ഹി ഈസ് വെരി 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 മ്യൂസിക്കൽ. ആൻഡ് തരുൺ ഇസ് എക്സ്ട്രീംലി മ്യൂസിക്കൽ. മ്യൂസിക്കൽ ആസ് ഇൻ ഇസ് വെരി പർട്ടിക്കുലർ. മോർ ദാൻ മ്യൂസിക്കാലിറ്റി, തരുണിൻ്റെ സിനിമയ്ക്ക് എന്ത് വേണം എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി. അല്ലെ കൺമണിപ്പൂവെ പോലൊരു പാട്ടല്ലായിരുന്നു ഞാൻ അന്ന് പ്ലാൻ ചെയ്തത്. ബട്ട് ആ ഒരു ക്ലാരിറ്റിയുടെ ഡെഫിനേഷൻ ആയിട്ടാണ് ഞാൻ ആ പാട്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് കണക്റ്റഡ് ഇമ്മീഡിയറ്റ്ലി. അതായത് ലാലേട്ടനും MG ശ്രീകുമാറും കൂടുമ്പോഴുള്ള ഒരു മാജിക് ആണ് അവിടെ കണ്ടത്. ആൻഡ് ആ നോസ്റ്റാലജിയാണ് നമ്മൾ ടാപ്പ് ചെയ്തത്. സോ തരുൺ വാസ് വെരി ക്ലിയർ അബൌട്ട് ഓൾ ദാറ്റ്. പിന്നെ ഐ തിങ്ക് മാർട്ടിൻ ചേട്ടൻ ഇസ് വെരി ക്ലിയർ. അയ്യോ അത് വന്നിരുന്നാൽ പിന്നെ ഇറ്റ്സ് ലൈക്ക് ക്ലിയർ ഡെഫിനിഷനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയാൽ മതി. മാർട്ടിൻ പ്രക്കാട്ട് ഇസ് വൺ. മെനി ഓഫ് ദി ഇയേഴ്സ്. സച്ചിയേട്ടൻ, ഐ വുഡ് സേ സച്ചിയേട്ടൻ്റെ ഒരു വിഷനിലാണ് ശരിക്കും ഐ വുഡ് സേ മലയാളത്തിൽ ഫോക്ലോർ ട്രൈബൽ മ്യൂസിക്കും അത്രയും അയ്യപ്പൻ ഘോഷിയും റിയലി ബ്രോട്ട് ദാറ്റ് ഇൻടു. അവിടെയാണ് ക്ലിയർ എക്സാമ്പിൾ ഓഫ്
ടെറൈൻ ഇൻഫ്ലുവൻസ് മ്യൂസിക് സ്കോറിംഗ്. Yeah. അതെ, അട്ടപ്പാടിയുടെ സംഗീതമാണ് അയ്യപ്പനും ഘോഷിയുടെ ഒരു I think it also kickstart അതിന് ശേഷം വന്ന ഒരുപാട് സിനിമകളിലും ആ ഒരു മ്യൂസിക്കിലേക്ക് ഒരു വഴി തുറന്നു കൊടുത്തു എന്ന് പറയാം. കാരണം ആ ഓപ്പണിങ്ങിൽ കലക്കാത്തയുടെ ആ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഞാൻ ഈയിടെ ചെന്നൈയിൽ ഒരു ഗ്രൂപ്പിനോട് പോയപ്പോൾ അവരെല്ലാം എൻ്റെ അടുത്ത് ഇത്രയും പടങ്ങൾ കഴിഞ്ഞിട്ടും അവരെല്ലാം ആ അയ്യപ്പനും ഘോഷിയുടെ സ്കോറിനെ പറ്റിയും ബിജുവേട്ടൻ ഇന്റർവെൽ കഴിഞ്ഞ് നടന്നു വരുന്ന അല്ലെങ്കിൽ കലക്കാത്തയുടെ ആ ഇമ്പാക്റ്റ് ആണ് അവർക്കെല്ലാം പറയുമ്പോൾ I get a bit of goosebumps here, so I can imagine. കാരണം ഇറ്റ്സ് വെരി സിമ്പിൾ, ഈസ് ജസ്റ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദ ബസ്. പക്ഷെ ആ ഫോക്ക് അത് ഞാൻ നഞ്ചമ്മയുടെ വോയിസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അവിടെ. മതി. പക്ഷെ അതിന് അത്ര ഒരു വെയിറ്റേജ് ഉണ്ട് അവിടെ. Amazing. Also, congratulations on all the works. അത് നേരിട്ട് പറയാൻ ഒരു ചാൻസ് കിട്ടിയില്ല ഈ ഒരു വർഷം. It has been phenomenal. Thank you. What you've done. Completely changing, putting us out there. Because നമ്മുടെ ലോക ഇത്രയും വലിയൊരു ഹിറ്റായി എന്ന് പറയുമ്പോഴും I think a big part of that comes from the music that you've created, so and your team as well. Thank you so much. Now, when you talk about the love that you receive, at the same time criticism also, because your work is out there. Everyone can judge. Or a musician ആവാം, കേൾക്കുന്ന ഒരാളാവാം, anyone. So how is that been dealing with, especially to be sane in this industry? That is part of the job description. നമ്മൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആൾക്കാരിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. There is love, there is criticism and everything in between. It's all part of the learning ആണ്. When you get a lot of love, നമുക്കത് ഭയങ്കര reassuring ആണ്, and it fuels you want to do more. Absolutely. But at the same time criticism വരുമ്പം ഒരു ഭയങ്കര ഗ്രൗണ്ടിങ്ങും കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സീസ പോലെയാണ്, യുനോ. ആൻഡ് ഞാൻ കരുതുന്നത് എന്നെ സംബന്ധിച്ചോളം ഉണ്ടല്ലോ, I feel right from when I left a good well-paying job in the US and I came here just to be a composer and just make a decent living, അത്രേ ഉള്ളൂ. പക്ഷേ to reach where I am today, I feel ഇതൊക്കെ വളരെ ഒരു ബോണസും എൻ്റെ പാരൻസിൻ്റെ പ്രാർത്ഥനയും, and it's a lot of things. And the team into hard work and so many people behind it, and I'm so blessed. അപ്പം ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ അറ്റ്മോസ്റ്റ് ഓണസ്റ്റിയിലും ആ ഡയറക്ടറിൻ്റെ വിഷൻ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. എവറിത്തിങ് ഐ ഡു ഇസ് വിത്ത് ഓണസ്റ്റി, ആൻഡ് ദാറ്റ്സ് ഓൺലി തിങ് ഐ വാണ്ട്. ബട്ട് സംടൈംസ് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയും അല്ലെ നമ്മുടെ ഫോർസ് ചെയ്ത പോലെയും ആ പ്രോഡക്റ്റ് അവിടെ എത്തില്ല. പല കാരണങ്ങളുണ്ടാവും. ആ സമയക്കുറവായിരിക്കാം, നമ്മൾ ഓവർ കമ്മിറ്റഡ് ആയിരിക്കാം, നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എല്ലാവർക്കും പുറത്തു പോകുന്നത്. ബട്ട് നമ്മൾ ഉദ്ദേശിച്ചത് നന്നായിട്ട് വന്നതും ക്രിറ്റിസിസം കൊണ്ടുപോകും. ബട്ട് ഐ വോണ്ട് ടു ടേക്ക് ഇറ്റ് ഓൾ വിത്ത് സ്ട്രൈഡ്, ആൻഡ് I believe that we should be honest with our work and keep delivering to the director and to the audience. My duty is to the audience and to the story. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. Absolutely, that's fantastic. And since you spoke about ആ ഒരു criticism and everything, സംടൈംസ് നമുക്ക് എല്ലാവർക്കും ഇപ്പം നമ്മളെ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും, റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ വന്നേക്കാം. ദാറ്റ് നമ്മുടെ വർക്ക് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് യു ഡോണ്ട് റിയലി ഹാവ് ടു ടേക്ക് വർക്ക് കോൾസ്. ബട്ട് in your industry as Jakes Bijoy, do you think that right to disconnect is something that is possible for you? Not possible at all. എനിക്ക് ഡിസ്കണക്ട് എന്ന് പറഞ്ഞ സാധനമില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും, എൻ്റെ മക്കൾ പറയും, അപ്പാ just cut, just be with us. ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ട് കോൾ വരും. How does that work-life balance work for you? I make sure that I'm in the evening, സ്കൂളിൽ നിന്ന് അവർ വന്നു കഴിഞ്ഞാൽ I give them a call. I have to talk to them. അത് മസ്റ്റാണ്. പിന്നെ വർക്ക് ഡെഡ്ലൈൻസ് ഉള്ളപ്പം ഐ എം ജസ്റ്റ് ഓൾ ഔട്ട് അറ്റ് വർക്ക്. അത് ഒരു ചെറിയ എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഒരു ക്യൂവോ ഒരു പീസ് ഓഫ് മ്യൂസിക്കോ മോശമായി പോകരുത്. ആ തിയേറ്ററിൽ ആ എക്സ്പീരിയൻസ് കിട്ടാതിരിക്കും എന്നുള്ള എനിക്ക് നിർബന്ധമുണ്ട്. സോ ഐ ഗിവ് ഓൾ ഔട്ട്. എല്ലാവർക്കും ഒരു പെയിൻഫുൾ പ്രോസസ്സാണ്. പിന്നെ റിലാക്സ് ചെയ്യുമ്പോൾ പോലും എന്തെങ്കിലും തോട്ട്, ഇപ്പോൾ പ്രോജക്ട്സ് കമ്മിറ്റഡ് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും തോട്ടോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ആയിരിക്കും. ഐ എം ലൈക്ക് ദാറ്റ്. I absolutely understand. And for someone like that to be in that zone, definitely your partner has to play a very crucial role. So how has been the support of your better half in really bringing out the Jakes Bijoy out here for us? I mean, she deserves almost all of it. കാരണം she's such a sweetheart. ഇത്ര നാളായിട്ടും 2013 തൊട്ട് എൻ്റെ കൂടെ കൂടിയതാണ്. എപ്പോഴൊക്കെയോ ഇട്ടിട്ട് പോകും. കാരണം ഞാൻ പല ദിവസങ്ങളിൽ ഇപ്പം തെലുങ്ക് സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ഐ എം നോട്ട് ഈവൻ അറ്റ് ഹോം. അപ്പം എന്നെ ഇന്ന് വരെ ആ കാര്യത്തിൽ അന്നെ ഒരു നാഗ് ചെയ്തിട്ടില്ല. അതാണ് അതിൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഷീസ് ഓൾവേസ് ബീൻ വിത്ത് മീ. ആൻഡ് പാട്ടുകൾ കേൾക്കും, ക്രിട്ടിസൈസ് ചെയ്യും. ഇപ്പോൾ അവിടെ വലിയ ചർച്ചയാണ്, ഒരു പാട്ട് ഇറങ്ങിയാൽ അപ്പാ വൈ ഡിഡ് യു ഡു ദിസ്, അന്നയും പറയും ഇത് മിഡാ അപ്പാ പോരാ, ഇത് അത്ര ശരിയായില്ല. ഡെഡ്ലിയസ്റ്റ് ഫീഡ്ബാക്സ് വരുന്ന വീട്ടിൽ നിന്ന് ക്രിറ്റിസിസം ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ദാറ്റ് ആങ്കർ. ഇഫ് യു ഹാവ് സമ്മൺ, ഒരു ചെറിയ നെഗറ്റീവിസം അവിടെ നിന്ന് വന്നാൽ തന്നെ എനിക്കറിയാം എന്നെ അത് ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യും, എൻ്റെ പീസ് ഓഫ് മൈൻഡിനെ. വീട്ടുകാരും നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റിന് എന്തോരം അവരെ ശരിക്കും നമിക്കണം. കൈൻഡ് ഓഫ്
effort they take to maintain the equilibrium in the house, to see that everything is fine. And അന്നേനെയും ഞാൻ എല്ലാ കാര്യത്തിലും, if she wants to come and she's a singer, എൻ്റെ കോറസുകളിൽ വന്ന് പാടാറുണ്ട്, ഷീസ് ടു ടീച്ച്. അപ്പം അങ്ങനത്തെ ഒരു ബാലൻസ് ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ പരിപാടികളും നടക്കില്ല. സോ ഐ മേക്ക് ഷുവർ ദർ ഇസ് എ നൈസ് ബാലൻസ്. Absolutely. Now, when you say disconnect, ഇപ്പോൾ ഏതൊരാൾക്കും there will be ഇപ്പോൾ creative block എന്ന് you can maybe call it that, and sometimes you just want to get away from everything. അങ്ങനെ would there be a place where you would love to go and disconnect? Is there a place that's very special? എനിക്ക് എൻ്റെ നാട്, ഐ ലവ് ഗോയിങ് ടു ഇരാറ്റുപേട്ട, എൻ്റെ അവിടെ പോകുന്ന ഇഷ്ടമാണ്. ദെൻ ഐ ലൈക്ക് ടു ഗോ ടു വാഗമൺ. ദെൻ എനിവേ നമ്മുടെ ഫോർട്ട് കൊച്ചി ഐ ലൈക്ക് ജസ്റ്റ്. ദെൻ എൻ്റെ അമ്മയുടെ സ്ഥലം ആലപ്പുഴ പോകും. എനിവേ അറൗണ്ട് നേച്ചർ, വാട്ടർ ഫ്രണ്ട്, ഹിൽ സ്റ്റേഷൻ ഇസ് ഫൈൻ. അവിടെ തന്നെയാണ് ഞാൻ അൺവൈൻഡ് ആവും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് വാട്ടർ ബോഡീസ്, അവിടെ നമ്മൾ എത്ര ഇൻവിൻസിബിൾ ആണെന്നുള്ള, നമ്മളൊന്നും അല്ല. The world is so much bigger. What you do and what you are is just nothing, you know. Just enjoy your time എന്നുള്ളതിൻ്റെ ഒരു റിയലൈസേഷൻ അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ. സോ എനിത്തിങ് ബിഗർ ആൻഡ് ഈവൻ ഫ്ലൈയിങ് മേക്സ് മീ ഫീൽ സോ സ്മോൾ, യുനോ. അപ്പം ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഈ ക്ലൗഡ്സ് ഒക്കെ നോക്കുമ്പോൾ ഇറ്റ്സ് വൺ വേ ഓഫ് unwinding. Your music makes us also feel very small because that's how grand you build these scores. But if you were to choose, I mean, there is always this question for an artist. A proportion between നമ്മൾ ഇഷ്ടപ്പെടുന്ന മ്യൂസിക് ഉണ്ടാക്കുന്നതും നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന മ്യൂസിക് ഉണ്ടാക്കുന്നതും, അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞ ഒരു 60-40 ആയിരിക്കും. ബട്ട് ഇപ്പം ഓവർ ദ ഇയേഴ്സ്, ഓവർ 70 ഫിലിംസ് ഓൾഡ് നൗ, ഐ റിയലൈസ് the most important thing for an artist, especially a musician or a music composer, is his instinct. That is ഭയങ്കര. Like if you think it's not working, it's not working. Like you cannot, ഒരു കാര്യം നമുക്ക് വർക്ക്ഔട്ട് ആവുന്നില്ല, അത് ഡയറക്ടറോട് ഓപ്പൺ ആയിട്ട് പറയണം. ഇല്ല അത് അയാൾക്ക് പറഞ്ഞാൽ ഫീൽ ആവും, അല്ല അത് പ്രശ്നമാണ്, അത് അയാൾക്ക് ഹേർട്ട് ആവാത്ത രീതിയിൽ തന്നെ അവതരിപ്പിക്കണം. കാരണം നമ്മൾ ഫസ്റ്റ് കോപ്പി കാണുന്നത് നമ്മളാണ് അതിൻ്റെ ഓണസ്റ്റ് ഓഡിയൻ. ഞാൻ എപ്പോഴും കരുതാറുണ്ട് 90% ഓഫ് ദ ടൈം ഞാൻ പടം ഫസ്റ്റ് കോപ്പി കാണുന്ന ആ റിസൾട്ട് ആയിരിക്കും പടത്തിൻ്റെ റിസൾട്ട്, ഓൾമോസ്റ്റ് ഓൾ ദ ടൈം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കോപ്പി കാണുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു സ്പാർക്ക് കിട്ടും ഈ സിനിമ എങ്ങനെ ഉണ്ടെന്നുള്ളത്. എൻ്റെ കേസിൽ അത് പിന്നെ കണ്ട് 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 നമ്മൾ യൂസ്ഡായി മിക്സിംഗ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ആ പടം കിഡിലൻ സിനിമയാണെന്ന് തന്നെ തോന്നും. കാരണം ഓവർ ദി ഇയേഴ്സ് ആൻഡ് ഓവർ ദ മന്ത്സ് വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ദാറ്റ്സ് അവർ ബേബി. നമ്മുടെ മ്യൂസിക് അവിടെ ഉണ്ട്, വി ആർ പോളിഷിംഗ് ഇറ്റ്. വി ലൂസ് കണക്ഷൻ. ഇൻ മ്യൂസിക് ഓർ ഇൻ ടേക്കിംഗ് ബിഗർ കോൾസ് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഐ തിങ്ക് ആ ഡയറക്ടറോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എൻ്റെ മ്യൂസിക്കൽ ഇമ്പാക്റ്റ്, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റൈൽ മാക്സിമം അതിൽ വന്നാൽ ബെറ്റർ ഔട്ട്പുട്ട് എനിക്ക് ഉണ്ടാവാൻ തോന്നിയിട്ടുണ്ട്. Nice. Now, I'm a bit of a tech enthusiast. ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. But, sorry, we talk a lot about in the artificial intelligence. It's all over the place, everywhere. Radio ആവട്ടെ, movies ആവട്ടെ, cinema ആവട്ടെ, music ആവട്ടെ. So, as an artist, how do you see the invasion of AI? Do you see AI as a friend or a foe? See, technology in general has always paved way for musical genres. ഇപ്പോൾ 80s സിന്ത് റെവല്യൂഷനാണ് ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക്കിന് പേവ് ചെയ്ത്. 60s ഇലക്ട്രിക് ഗിറ്റാർ വന്നപ്പോൾ റോക്ക് ആൻഡ് റോൾ വന്നു, വർക്ക് സ്റ്റേഷൻസ് വന്നു. അപ്പം മ്യൂസിക്കൽ ജോണറും മ്യൂസിക്കൽ ആർട്ടിസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ടെക്നോളജിയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ. ഞാൻ പറയുന്നത് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് അവർ ന്യൂ ടെക്നോളജിക്കൽ ഒരു ബീസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അതിനെ ഒരു കാരണവശാലും നമുക്ക് മാറ്റി നിർത്തി ഇല്ല ഇത് ഒറിജിനൽ അല്ല, ഇതിന് നമ്മൾ നശിപ്പിക്കാൻ വരികയാണെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. ഐ തിങ്ക് വി ഷുഡ് എംബ്രേസ് ഇറ്റ്. വി ഷുഡ് യൂസ് ഇറ്റ് ഇൻ എ വേ ദാറ്റ് എൻഹാൻസസ് അവർ ക്രിയേറ്റിവിറ്റി. അപ്പം ഇപ്പൊ തന്നെ AI ജനറേറ്റഡ് സോങ്സ് ആർ ഡൂയിങ് റിയലി വെൽ. Top of the charts, some of the, ഞാൻ ഇതിലൊക്കെ ഇൻഫാക്ട് ഐ എം ടേക്കിംഗ് എ ക്ലാസ് ഇൻ രാജഗിരി, മ്യൂസിക് ടെക്നോളജി ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. സോ ബിക്കോസ് ഐ വോണ്ട് ടു ബി കോൺസ്റ്റന്റ്ലി ഇൻ ടച്ച് വിത്ത് വാട്ട്സ് ഹാപ്പനിങ്. ആൻഡ് വാട്ട് ഐ റിയലൈസ്ഡ് ഇസ് tomorrow there will be a segment best AI generated or assisted song എന്ന് പറഞ്ഞ് ഗ്രാമിൽ ഉണ്ടായേക്കാം. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹ്യൂമൻ ഇമോഷൻസ് ആർ ഇറീപ്ലേസബിൾ. നമുക്ക് നമ്മൾ ഒരു തോട്ടിലോ നമ്മൾ ഒറിജിനൽ ആയിട്ടൊരു ഇമോഷണൽ കണക്ഷൻ നമ്മുടെ ഓഡിയൻസുമായിട്ട് കൊണ്ടുവന്നാൽ ഒരു AIക്കും ഇന്നത്തെ സംഗീതത്തിനെ റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റില്ല. നെഞ്ചിനകത്ത് ലാലേട്ടം കൊണ്ടുവരണമെങ്കിൽ we can also connect to the audience and we can use that as a help to make our creation better. And I think AI is right now training on existing data. ഇപ്പം നമ്മളൊക്കെ ഉണ്ടാക്കിയ പാട്ടുകളിൽ നിന്നാണ്
That's why you see any AI song, it's not very original. Very generic It in sounds very nature. generic. The voice, the bass line, the chords, everything is very generic. പക്ഷേ നമുക്ക് സമയം എടുത്താൽ വേണമെങ്കിൽ അൺകൺവെൻഷണൽ ആയിട്ട് ഒരു പീസ് ഓഫ് ആർട്ട് വി ക്യാൻ മേക്ക് ആൻഡ് ദാറ്റ് ക്യാൻ ടച്ച് ദ പീപ്പിൾ. അതൊരിക്കലും പോയി പോവില്ലല്ലോ. ഇമോഷണൽ കണ്ടന്റ്, ആർട്ട് ഇസ് വാട്ട് ക്രിയേറ്റിംഗ് ആൻ ഇമോഷണൽ ഫ്ലോ ഓർ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ഓൺ സമൺ എൽസ്. അപ്പം നമ്മൾ നമ്മുടെ ആ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഷാർപ്പൻ ചെയ്ത് ഒരു പുതിയ പീസ് ഓഫ് ആർട്ട് ഉണ്ടാക്കുമ്പോൾ അത് ആൾക്കാരോട് കണക്ട് ചെയ്യുമ്പോൾ AI can do his thing, we will still be able to connect to the audience. Yes. Great. I just want to ask you one question. This is a very random question out of the box. Suppose Jakes Bijoy ഇപ്പോൾ ഒരു ഐലൻഡിൽ പെട്ടുപോയി and you're stuck with a Walkman and you just have one single song with you. ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു സാധനമാണ്. But I wanted to know if there was just one song in that Walkman you can listen to the rest of your life, which song would that be? എനിക്ക് നിലാ കായികരെ എന്ന് പറഞ്ഞ റഹ്മാൻ സാറിന്റെ പാട്ടായിരിക്കും മോസ്റ്റ്ലി. ഇറ്റ് വിൽ ബി ദാറ്റ് സോങ്. ബിക്കോസ് ദാറ്റ് സോങ് ഹാസ് മൂവ്ഡ് മീ സോ മെനി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. Beautiful. Awesome. So I think we can take time to know what the audience wants to ask as well, since we are running on a schedule. So thank you so much, Jakes. Thank you others. Thank you so much. Yes, the pleasure is mine. നമുക്ക് ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും any questions? My name is Lee Thomas. I'm coming from Pathanamthitta. എനിക്കൊരു ജസ്റ്റ് സംശയം, എൻ്റെ മനസ്സിലിങ്ങനെ ഒത്തിരി കാലമായിട്ട് കിടക്കുന്ന ഒരു സംശയമാണ്. നമ്മൾ വരികളാണോ ഇമ്പോർട്ടൻ്റ്, മ്യൂസിക്കാണോ ആദ്യം? വിച്ച് കം ഫസ്റ്റ്? വരികളിൽ നിന്ന് മ്യൂസിക് ഉണ്ടാകുന്നതാണോ, മ്യൂസിക്കിൽ നിന്ന് വരികൾ ഉണ്ടാകുന്നതാണോ? വിച്ച് കം ബെറ്റർ? സാർ, ഇത് ബ്രെയിൻ ആണോ ഹാർട്ട് ആണോ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കുന്നതല്ല സാർ. ബോത്ത് ആർ ലൈക്ക് ഇൻ്റർവ്യൂം സാർ. ദർ ഇസ് നോ ഇപ്പം ചില സിറ്റുവേഷൻ, അത് പിന്നെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന പോലെയാണ്. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഇപ്പം സച്ചിയേട്ടൻ ഫോർ എക്സാമ്പിൾ, അദ്ദേഹം കവിതകൾ അല്ലെങ്കിൽ സാഹിത്യം വളരെ ക്ലാരിറ്റി ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് ട്യൂണിൽ ജഡ്ജ് ചെയ്യുന്നതിലുപരി ഇപ്പം അറിയാതറിയാതറിയാ നേരത്തുരുൾ പൊട്ടും എന്നൊരു പാട്ടുണ്ട് അയ്യപ്പൻ കോശിയിൽ. ഞാൻ ആ പാട്ട് പല വേർഷൻസ് ചെയ്തിട്ടും സച്ചിയേട്ടന് ഇഷ്ടപ്പെടില്ല. പക്ഷേ റഫീഖ് അഹമ്മദ് അത് എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇതാണ് എൻ്റെ ഇമേജറി. കോശിയും അയ്യപ്പൻ നായരും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ജയിൽ സിറ്റുവേഷനിൽ എനിക്കിത് കറക്റ്റായിട്ട് തോന്നി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വരി അതിന് കമ്പോസ് ചെയ്തതാണ് ആ പാട്ട്. ഇനി അത് വേ റൗണ്ടും നമുക്ക് കൊളാബറേറ്റീവ് ആയിട്ട് ചെയ്യാം. ഞാനൊരു പീസ്, ഒരു 2 വരി കമ്പോസ് ചെയ്തു, ഞാൻ ഒരു ലിറിസിസ്റ്റിന് അയച്ചു കൊടുക്കുന്നു, കൊളാബറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ദാറ്റ് വേ ഓൾസോ ഇറ്റ് വിൽ ഹാപ്പൻ. ബട്ട് ഐ ബിലീവ് എൻ്റെ മനസ്സിൽ നല്ല ഗംഭീരമായ വരികൾ വരുമ്പോഴാണ് ഒരു പാട്ട് ശരിക്കും ലോഞ്ചിവിറ്റി, ആ പാട്ടിൻ്റെ ആത്മാവ് ശരിക്കും ഉണരുന്ന നല്ല വരികളുടെ ബലത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് ചോദിക്കാൻ കാര്യം, ജെറിയമൽ ദിവസർ ഒരാഴ്ച മുമ്പുള്ള പേപ്പറിൻ്റെ അതൊരു കോട്ട് കണ്ടായിരുന്നു. വരികൾക്കാണ് ഇമ്പോർട്ടൻ്റ്, മ്യൂസിക് പിന്നാണ് വരുന്നത്, വരികളാണ് പാട്ടിൻ്റെ ആത്മാവ് എന്ന് ഞാൻ വായിക്കാനിടയായി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാര്യം. പക്ഷേ അന്നേരം തൊട്ട് എനിക്ക് കൺഫ്യൂഷനാണ്, വിച്ച് കം ഫസ്റ്റ്. കാരണം പാട്ടാണല്ലോ. അപ്പം സാറിൻ്റെ ഒപ്പീനിയൻ ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. വരികളിലാണ് കുറച്ചും കൂടെ എന്താ പറയുക, ആ ഒരു കാലത്തിലോട്ട് പാട്ട് ഭയങ്കര ഇമ്മെമ്മോറിയൽ ആവുന്ന ഒരു റീസൺ വരികളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദാറ്റ്സ് ട്രൂ. താങ്ക് യു സർ. ഹായ് ജേക്സ്, എൻ്റെ പേര് ഷോൺ. ഐ പേഴ്സണലി എൻജോയ്ഡ് രണത്തിലെ ടൈറ്റിൽ ട്രാക്ക് ഉണ്ടല്ലോ, അത് എത്ര കേട്ടാലും മടുക്കൂല. ഇറ്റ്സ് ഓൾവേസ് എ എക്സ്പീരിയൻസ്. ആൻഡ് ഐ തിങ്ക് ഐ സോ ലൈക്ക് ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു, അതിൽ യു മെൻഷൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ട്രാക്ക് കമ്പോസ് ചെയ്തൊരു സ്റ്റോറി. അതുപോലെ രണത്തിൽ മ്യൂസിക് കമ്പോസ് ചെയ്തപ്പോൾ ഇസ് ദെയർ എ സ്റ്റോറി ബിഹൈൻഡ് ദ ട്രാക്ക്? ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് how do you combine like multiple languages? ഇപ്പോൾ രണത്തിൽ തന്നെ there's like Tamil, there's a മലയാളം ഒരു പോർഷൻ ഉണ്ട്, ഇംഗ്ലീഷ്. അപ്പോൾ അതൊരു ചാലഞ്ചിങ് പ്രോസസ്സാണ്. വാട്ട് ഇസ് യുവർ സ്ട്രാറ്റജി? 2 questions. See, I like that because I was educated outside of Kerala. ഞാൻ യാർക്കാടിലായിരുന്നു പഠിച്ചതൊക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തമിഴിയൻസ് ഉണ്ട്, തെലുഗു സ്പീക്കിംഗ് പീപ്പിൾ ഉണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. അപ്പം എനിക്ക് ഈ ലാംഗ്വേജ് എപ്പോഴും എനിക്കൊരു ഫാസിനേഷൻ. ഇതെല്ലാം കമ്പൈൻ ചെയ്ത് അതെനിക്ക് എൻ്റെ ഇപ്പോൾ ലോകയിലെ മെയിൻ ട്രാക്കും ജ്യോതി നൂറാനും റിബലും ആൻഡ് ദെൻ എല്ലാം അങ്ങനെ എനിക്കത് എപ്പോഴും ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഈ പർട്ടിക്കുലർ രണത്തിൻ്റെ കേസിൽ ബിക്കോസ് റഹ്മാൻ സാസ് ക്യാരക്ടർ ഈസ് ഫ്രം ശ്രീലങ്ക, അദ്ദേഹത്തിൻ്റെ തമിഴ് ബാക്കിംഗ് ഉണ്ട്. പിന്നെ യു ആർ ടോക്കിംഗ് അബൌട്ട് രാജുവിൻ്റെ പൃഥ്വിയുടെ കഥയാണ് അത്. ആൻഡ് ദെൻ US നടക്കുന്നത്. അപ്പോൾ ഒരു ഇംഗ്ലീഷ്, ഒരു ഡെട്രോയിറ്റിൻ്റെ ഒരു വൈബ് കിട്ടാൻ വേണ്ടി ഒരു ഇംഗ്ലീഷ് വോയിസ് തുടങ്ങിയ
അപ്പം നെസസിറ്റി ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു നീഡ് ആ പടത്തിൽ വന്നപ്പോഴാണ് ആ പാട്ട് അങ്ങനെ വന്നത്. പിന്നെ സിന്ത് വേവ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ജോണറാണ്. അങ്ങനെയാണ് ആ സിന്ത് വേവിലോട്ട് ഞാൻ ഈ പല പല ഐഡിയാസ് ഇങ്ങനെ കമ്പൈൻ ചെയ്തത്. വാട്ട് വാസ് അതർ ക്വസ്റ്റ്യൻ? ദ ലാംഗ്വേജ്. എനിക്ക് ഐ ജസ്റ്റ് ഫീൽ ദാറ്റ്സ് എ ഫൺ തിങ്, നോ? ലൈക്ക് ആൻഡ് ഐ ഓൾസോ വാണ്ട് ടു അതർ പീപ്പിൾ ഇൻ അതർ സ്റ്റേറ്റ്സ് ഓൾസോ ടു ലിസൺ ടു അവർ മലയാളം എല്ലായിടത്തോടും പോകണമെന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ട് എനിക്ക്. അതും കൂടെയാണ് ഐ ട്രൈ ടു കൊളാബറേറ്റ് വിത്ത് അതർ ആർട്ടിസ്റ്റ്. Great. Good luck with your upcoming works. താങ്ക് യു. ഹലോ സാർ, സാറിൻ്റെ മ്യൂസിക് മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതായത് ഇപ്പോൾ രാഗം ബേസ്ഡ് ആണോ അതോ നോട്ട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതോ പാട്ട് സ്വന്തമായിട്ട് മൂളി എടുക്കുകയാണോ? പിന്നെ ഇപ്പം തരുൺ മൂർത്തി തരുന്ന കുറേ ഇമേജസിൻ്റെ കാര്യം പറഞ്ഞു, പാമ്പും ആനയും, അതെങ്ങനെയാണ് ഇൻസ്പയർ ചെയ്യുന്ന ഒരു മ്യൂസിക് ഡെവലപ്പ് ചെയ്യാൻ? ഇപ്പം ഒരു പ്ലെയിൻ ക്യാൻവാസ് ആണ്. ഇപ്പം സിനിമ ആദ്യമായിട്ട് കാണുമ്പം ഒന്നും ചിന്തിക്കില്ല. അത് കഴിഞ്ഞിട്ട് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു ഇമോഷൻ ഇവോക്ക് ചെയ്യും. അതിലോട്ട് ആ സീന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു തീം ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ രാഗത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് പല ഇപ്പം ഒരു ഇമോഷണൽ കണക്ഷൻ ഓഡിയൻസിന് കിട്ടാൻ ഏറ്റവും യൂസ്ഫുൾ ഒരു രാഗം ബേസ്ഡ് ആയിട്ട് കമ്പോസ് ചെയ്യുന്നതായിരിക്കും. അതല്ല, അത് ഡിമാൻഡ് ചെയ്യാത്ത ചിലപ്പോൾ ഒരു ബേസിക് മെലോഡിക് ഐഡിയ തോന്നും, അതിൽ നിന്ന് ഇവോൾവ് ചെയ്യും. പിന്നെ തരുൺ പോലത്തെ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ പറയുമ്പോൾ ഇറ്റ്സ് ഈസിയാ, ഇൻസ്ട്രുമെന്റ്സ് പിന്നെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇതൊരു ആഡ്ഹോക്ക് പ്രോസസ്സാണ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. പക്ഷെ സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഒരു 2-3 days എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ തീമാറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ മതി, ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാം. പിന്നെ അതിനൊരു അറേഞ്ച്മെൻറ്റ് ഞാൻ റെഡിയാക്കി കഴിഞ്ഞ് ഡയറക്ടറിനെ കേൾപ്പിക്കും, എങ്ങനെയുണ്ട് ഈ തീം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ അത് വെച്ച് പിന്നെ വർക്ക് ചെയ്യും. അപ്പം ഇതെല്ലാം എല്ലാ ജോണറുകളും എല്ലാം ഒരു പ്രോസസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യുന്നത്. താങ്ക് യു. We'll go to the last 2 questions. ഈ 2 ചോദ്യം കൂടെ and then we'll end the session. സർ, പിന്നെ ഈ ലോക പോലത്തെ മൂവിയിലൊക്കെ സാറാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഈ പുതിയ ഏത് ഹിറ്റ് ചിത്രം എടുത്താലും സാർ അതിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ താങ്കൾ ഈ ഫ്യൂച്ചർ മലയാളം ഇൻഡസ്ട്രി എങ്ങനെ കാണുന്നു? അയ്യോ, ഐ തിങ്ക് ഞാനിപ്പോൾ അക്രോസ് ഇന്ത്യ വർക്ക് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് വി ആർ അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് എനിത്തിങ് ഇൻ ഇന്ത്യൻ സിനിമ എന്ന് തന്നെ ഞാൻ പറയാം. ഇപ്പം സത്യത്തിൽ എനിക്കിപ്പം ഒത്തിരി ഓഫേഴ്സ് അതർ ലാംഗ്വേജസ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ ഒരു നല്ല പ്രോജക്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഫുൾഫിൽമെൻറ്റ്. ദാറ്റ്സ് വൈ ഐ എം ഹിയർ. ഞാൻ ഇനി എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും ഐ എം നോട്ട് ഗോയിങ് ടു ഗോ ടു ഹൈദരാബാദ് ഓർ എനിത്തിങ് ലൈക്ക്, ബിക്കോസ് ഐ ഫീൽ വി ആർ മേക്കിംഗ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. ആൻഡ് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ക്യൂറേഷൻ ഉണ്ട്, നമ്മുടേതായിട്ടുള്ളൊരു ഫിൽറ്ററിങ് മെക്കാനിസം ഉണ്ട്. എല്ലാവരും ഭയങ്കര അവെയറാണ്, എല്ലാവരും എല്ലാം കാണുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് സീൻ തന്നെ ഐ തിങ്ക് കേരളത്തിലുള്ള പോലെ പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് ഒരു ബൂം നടക്കുന്നത് ഇവിടെ തന്നെയാണ്. അത് പല മ്യൂസിക് ലേബിൾസും അംഗീകരിച്ച കാര്യമാണ്. ഐ തിങ്ക് ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട്ലി ബെസ്റ്റ് ടൈം ടു ബി ഇൻ മലയാളം സിനിമ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. സർ, ഐ എം റാഷിദ് ഫ്രം വയനാട്. എൻ്റെ ചോദ്യം, ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം കേൾക്കാൻ ഇമ്പമുള്ള മനോഹരമായൊരു ഗാനം നമ്മുടെ കൺമണി പൂവേ കണ്ണാടി പൂവേ തന്നതിൽ ഒരുപാട് സന്തോഷം. ഇതുപോലെ ഇനിയും ഗാനങ്ങൾ നൽകാൻ കഴിയട്ടെ. എൻ്റെ ചോദ്യം ഇതാണ്, ഒരിക്കൽ കേട്ട് മറന്നു പോകുന്ന അടിപൊളി ഗാനങ്ങൾ ആവശ്യമായൊരു കാലത്തിലാണ്, ഓക്കെ, എന്നാലും ആ ഗാനങ്ങൾ ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ കുറച്ച് ഇതുപോലെ കാലത്തെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ കഴിയുന്ന വരികളും മനോഹരമായ സംഗീതവും നൽകിക്കൊണ്ടു പോകുന്ന ഗാനങ്ങൾ ചെയ്യുമ്പോഴാണോ ഒരു സംതൃപ്തി എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് രണ്ടിലും ഒരുപോലെ തന്നെയാണോ, കുറച്ചും കൂടി ചെയ്യാൻ ആഗ്രഹമുള്ളത് ഇത്തരം സോങ്ങുകളോട് ഉണ്ടോ എന്നുള്ളത്? പിന്നെ രണ്ടാമത്തത്, സാർ ഒരു 2 വരി പാട്ട് പാടി കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം കൺമണിപ്പൂ പോലുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ മിഴിയോരം, അല്ലെങ്കിൽ പുറിഞ്ചുമറയത്തിലെ നീലമാലാകെ, എനിക്കങ്ങനെ ഒരു 10-15 ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് എൻ്റെ എന്താ പറയുക, എൻ്റെ ജീവശ്വാസമാണ്. സോ ഐ ലവ് ദാറ്റ് പാട്ടുകൾ. പക്ഷേ എനിക്ക് ഒരു 10-15 കാലത്തിനെ അതിജീവിക്കുന്ന പാട്ടുകൾ ചെയ്യണമെന്നാണ്. അപ്പോൾ ആ പാട്ടുകൾ ജനങ്ങൾ അങ്ങനെ റിസീവ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അതിനകത്തൊരു സംശയമില്ല. കാരണം ഇപ്പോഴും ഒരു വൈഡ് മെജോറിറ്റി ആൾക്കാർക്ക് ഒരു സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് പാട്ടുണ്ടാക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ആ ഐഡൻറ്റിറ്റീനെ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ നല്ല നല്ല പാട്ടുകൾ ജനങ്ങളോട് എത്തണം. അപ്പോൾ ആ ഒരു പ്രയാണത്തിലാണ് ഞാൻ. ഐ തിങ്ക് ഞാൻ എപ്പോഴും അങ്ങനെ എന്ത് റൂട്ട്, ഏത് രാഗങ്ങൾ, പഴയ പാട്ടുകൾ കേൾക്കുകയും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു സെൽഫ് സ്റ്റഡിയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ ചെയ്യുമ്പോഴാണ് എനിക്കൊരു തൃപ്തി കേട്ടോ, അതിനകത്ത് സംശയമില്ല. പാട്ടിപ്പോൾ ഏതാണ് പാടേണ്ടത്? ഓക്കെ, ഞാൻ മിന്നൽ വള എന്ന് പറഞ്ഞ പാട്ട് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമാണോ?
കണ്ണോടു കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തനങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഈ അവസരത്തിൽ കൈതപ്പുറം സാറിനെയും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലൈൻസ് എഴുതി തന്നതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. Thank you so much. So with that, we end the session. വന്ന എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. ആൻഡ് അവസാനം ചോദ്യം ചോദിച്ച ചേട്ടനോട് ഒരുപാട് നന്ദി. കാരണം എങ്ങനെ ജേക്സിനെ കൊണ്ടൊരു പാട്ടും കൂടെ പാടിപ്പിക്കാമെന്ന് ആലോചിക്കുമ്പോഴായിരുന്നു കറക്റ്റ് ചോദ്യം ഇട്ട് തന്നത്. സോ താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ബീങ് ഹിയർ. ജേക്സ്, ഇറ്റ്സ് എൻ ആബ്സല്യൂട്ട് ഓണർ ഹാവിങ് യു ഹിയർ. മനോരമ ഹോർത്തസിൻ്റെ ഭാഗമായതുകൊണ്ടും മലയാളം സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും വി വെയിറ്റിംഗ് to see what is next. Loka 2 അങ്ങനെ കിടക്കുകയാണ് ഒരുപാട് പാട്ടുകൾ. So really looking forward to see what you have in store. Thank you so much for being here with us today.